ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വൻപയറും കുറച്ച് പച്ചപ്പയറും കൂടെ മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണേ. പച്ചപ്പയറിനാണേ അച്ചിങ്ങ എന്ന് പറയുന്നത്. ഈ അച്ചിങ്ങയുടെ പുറയിൽ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ കിച്ചൺ ബാൽക്കണിയിലോട്ട് വന്നോളൂ. കിച്ചൺ ബാൽക്കണിയിലെ ഒരു പോട്ടിനകത്തൊരു പയറ് കിളുത്ത് വന്നു കേട്ടോ. അത് വള്ളി ഇങ്ങനെ വീശി വന്നപ്പം ഞാൻ അതിനൊരു സപ്പോർട്ട് കൊടുത്തു. ഒരൊറ്റ ചെടിയേ ഉള്ളേ. ഞാൻ കിച്ചൺ വേസ്റ്റൊക്കെ ഇതിനിട്ട് കൊടുക്കുമായിരുന്നേ. അങ്ങനെ ഇത് നന്നായിട്ട് തഴച്ച് വളർന്നു വന്നു, പൂക്കളിട്ടു. ഇപ്പോൾ കുറച്ച് പയറും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിൽ ഒരു കറിക്കുള്ള പയറൊന്നും കിട്ടിയില്ല കേട്ടോ. വിളവെടുപ്പെന്നൊക്കെ ഇതിന് പറയാമോ എന്തോ, എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമല്ലേ. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ബാൽക്കണിയിൽ വളർന്ന പയറിൽ നിന്ന് കിട്ടിയ പയറുകളാണ്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ലൈലാക്ക് കളറിൽ ഭംഗിയുള്ള ഓർക്കിഡ് പൂകൾ പോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സാണ്. ഇതാണേ ഞാൻ പറഞ്ഞ പയറ്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പല ട്രിപ്പായിട്ടുണ്ടായതുകൊണ്ട് തന്നെ എല്ലാ പയറും കൂടെ ഒരുമിച്ച് മൂത്ത് കിട്ടിയില്ല. മൂത്തത് മാത്രം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണേ. എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായതൊക്കെ അങ്ങ് കണ്ടമാനം മൂത്ത് പോകും. പിന്നെ അത് പൊളിച്ചെടുക്കാനേ കൊള്ളത്തുള്ളൂ. ഇത് തന്നെയായിട്ട് മെഴുക്ക് പുരട്ടി വെക്കാനുള്ള ഒന്നുമില്ല കേട്ടോ. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എല്ലാം കൂടെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ടേ. ഇത് തനിയെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തികയത്തില്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കുറച്ച് വൻപയറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന്. 2-3 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൻപയറാണ്. കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് സ്വല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് മസാലപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പയർ വേകാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാമേ. പയർ ഏതാണ്ട് കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്തെടുത്ത പയറായതുകൊണ്ട് തന്നെ പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പാനിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടുമേ. പൊടികളൊക്കെ ആഡ് ചെയ്തതല്ലേ, ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് ബോയിലായി കഴിയുമ്പോഴേ നമുക്ക് പാൻ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പയർ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയേ, ആഡ് ചെയ്ത് കൊടുത്ത വെള്ളമൊക്കെ പാകമായിരുന്നു. വെള്ളമൊക്കെ വറ്റി പയർ കുക്കായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു പയറെടുത്തൊന്ന് പൊടിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് പയർ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വൻപയർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാമേ. ഇനി ആസ് യൂഷ്വൽ ഒരു പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ റെസിപ്പിക്ക് ചതച്ച വെളുത്തുള്ളി തന്നെ യൂസ് ചെയ്യണേ. അതേപോലെ കുഞ്ഞുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചതച്ച് തന്നെ യൂസ് ചെയ്യണം. കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വെളുത്തുള്ളി റോസ്റ്റായി നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നത് വരെ നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ക്രഷ് ചെയ്തെടുത്ത് സീസൺ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന മെഴുക്ക് പുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്നിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾ പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണേ. എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്പൈസസ് ഒക്കെ ഞാൻ ക്രഷ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് നമുക്ക് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. എല്ലാം റോസ്റ്റായി നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. ഈ സമയത്ത് ഈ മിക്സിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചപ്പയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മുടെ ഗാർഡനിൽ നിന്നെടുത്തതാണെങ്കിലും അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണേ. ഈ മിക്സിൽ കടന്ന് നമുക്ക് ഈ പയറൊന്ന് കുക്കായി കിട്ടണം. നല്ല ടെൻഡർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റീമിംഗ് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പച്ചപ്പയറിന് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം പാൻ കവർ ചെയ്ത് നമുക്ക് ഈ പച്ചപ്പയറും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ സ്റ്റീമിലിരുന്ന് തന്നെ നമുക്ക് പയർ നല്ലതുപോലെ കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണേ. വെള്ളം വറ്റിപ്പോയി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു ശകലം പോലും കാണുകയില്ല കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വൻപയറും കൂടെ ആഡ് ചെയ്ത് ഇത് കുക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. വൻപയറിന് പകരം നമുക്ക് ചെറുപയറാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. സ്വല്പം നേരം കൂടെ കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പയറൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മിക്സിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സ്വല്പം വെള്ളം കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡ്രെയിൻ ഓഫ് ചെയ്ത് കളഞ്ഞിട്ടില്ല. കാരണം പയർ വേവിച്ച വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അതിലെ കൂടി അങ്ങ് പോകത്തില്ലേ. അപ്പോൾ സ്വല്പം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും കുക്കാവാനില്ല. എന്നാലും നമ്മൾ 2 സെറ്റായിട്ടല്ലേ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. വൻപയർ ആദ്യം കുക്ക് ചെയ്തെടുത്തു, പിന്നെ പച്ചപ്പയർ കുക്ക് ചെയ്തെടുത്തു. മിക്സിങ് കറക്റ്റായിട്ട് ടേസ്റ്റ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്, അതായത് ഉപ്പും എരിവും സ്പൈസസിൻ്റെ ടേസ്റ്റും എല്ലാം ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പാൻ കവർ ചെയ്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തത്. എക്സസ് വെള്ളമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എനിക്ക് മെഴുക്ക് പുരട്ടി എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി മെഴുക്ക് പുരട്ടി നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വൻപയറിന് പകരം ഇതിൽ നമുക്ക് ചെറുപയറും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഗാർഡനിലെ പയർ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ? എന്തായാലും റെസിപ്പി ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.